ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ബോട്ടിലായിട്ട് ചെയ്താലോ? സംഭവം നമുക്കൊരു ബോട്ടിലായിട്ട് ചെയ്യണമെങ്കിൽ ബോട്ടിൽ പോയി തപ്പി കളക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറകിൽ തന്നെ ദേ ഈ കടപ്പുറമൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ എപ്പോൾ ചെന്നാലും നമുക്കൊരു ബോട്ടിൽ കിട്ടാതിരിക്കത്തില്ല. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെയിൽ വരുന്നതിന് മുമ്പേ പോയൊരു ബോട്ടിലൊക്കെ സെറ്റാക്കി അതിനെ കഴുകി ഒക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പെയിൻറ്റും ബ്രഷും എല്ലാം എടുത്തുകൊണ്ട് വന്ന് അതിനെ രൂപം മാറ്റാനുള്ള പരിപാടി തുടങ്ങി. ആദ്യം കരുതി അതിൻ്റെ ഓരോരോ കോളത്തിൽ ഇങ്ങനെ പല കളറൊക്കെ കൊടുത്തിട്ട് നടുക്ക് എന്തെങ്കിലും കോട്ടൊക്കെ എഴുതാമെന്നാണ് കരുതിയത്. പിന്നീട് ആലോചിച്ചു ഒരു ബുദ്ധനെ അങ്ങ് വരച്ചാലോ എന്ന്. പക്ഷേ സംഭവം എനിക്കിച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബുദ്ധനെയൊക്കെ വരച്ച് കഴിഞ്ഞ് സെറ്റായില്ലെങ്കിൽ എന്ത് ചെയ്യും, അത്രയും വേസ്റ്റ് ആവത്തില്ലേ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ ഒരു ധൈര്യം വന്നു, എന്തായാലും ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ബ്ലാക്ക് പെയിൻ്റൊക്കെ എടുത്തതുപോലെ ഞാൻ എല്ലാം കളർ സെറ്റാക്കി എന്നിട്ട് അത് ഉണക്കിയെടുത്തു ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഓരോ വരകൾ കണ്ടില്ലേ, അവിടെയൊക്കെ ഗോൾഡൻ കളർ കൊടുക്കാമെന്നായിരുന്നു. അപ്പം ഞാൻ കരുതിയ സംഭവം ഈസി ആയിരിക്കും. ജസ്റ്റ് കയ്യിൽ കുറച്ച് പെയിൻറ്റ് ഇങ്ങനെ പറ്റിച്ചിട്ട് അതിലേക്ക് തൂത്ത് കൊടുക്കുമ്പം ഒരു നൈസായിട്ട് കിട്ടുമെന്നാണ്. പക്ഷേ ഞാനത് ചെയ്തപ്പോൾ എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. കാരണം അതിൻ്റെ നടുക്കുള്ള ബ്ലാക്കിലൊക്കെ ആ കളറാവുന്നതുകൊണ്ട് ഒരു വൈബില്ല. അപ്പം ഞാൻ പിന്നെ വീണ്ടും കുറച്ച് സ്ഥലത്ത് മാത്രം ഇങ്ങനെ ചെയ്ത് നോക്കിയുള്ളൂ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ വീണ്ടും ബ്ലാക്കൊക്കെ അടിച്ച് സെറ്റാക്കി. പിന്നെ അതേ കാണുന്ന പോലെ ബ്രഷ് വെച്ചിട്ട് പണി തുടങ്ങി. സംഭവം ആദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ചെയ്യാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കുറേയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇത്രയും ഇനി ചെയ്യണമല്ലോ എന്നുള്ളൊരു മൈൻഡായി, മടുപ്പായി. പക്ഷേ വീണ്ടും എനിക്കൊരു മോട്ടിവേഷൻ കൊടുത്തു. എന്തെങ്കിലും നമുക്ക് നല്ലൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് മാത്രം നമുക്ക് പോരാ, അതിൻ്റെ എഫേർട്ട് നമ്മൾ ഇടണമല്ലോ. അപ്പോൾ എനിക്കിതിന് വേണ്ടത് എൻ്റെ ടൈം കുറച്ച് ക്ഷമയുമായിരുന്നു. ഞാനതുകൊണ്ട് ഓക്കെ പറ്റുന്ന പോലെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇരുന്ന് അതിനെ ഈ രീതിയിലെടുത്തു. പക്ഷെ സംഭവം നമ്മൾ ആ ബോട്ടിലിൻ്റെ ഓരോ മാറ്റവും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതായിരുന്നു. കാരണം ആദ്യം ആ ബോട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. പിന്നെ ഈ ഗോൾഡ് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം എനിക്ക് അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൊണ്ട് ചെയ്യാം, എന്തായാലും ഈ എഫേർട്ട് കൊണ്ട് എനിക്ക് നല്ലൊരു ഹോം ഡെക്കർ കിട്ടത്തില്ല. ഞാൻ അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് കരുതി ഇതുപോലെ ഓരോ കോളത്തിനും ഇങ്ങനെ കളേഴ്സ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നടുക്ക് നമ്മുടെ ബുദ്ധനെ വരയ്ക്കേണ്ടത് കൊണ്ട് അതിൻ്റെ നടുക്ക് ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ ഫുള്ള് ഫില്ല് ചെയ്യുവാണ്. അപ്പം അത് ഞാനിങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ബ്രഷ് വെച്ചിട്ട് അത് ചെയ്തപ്പോൾ അത്ര ഒരു പെർഫെക്ഷൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് അത് ഫുള്ള് ഫില്ല് ചെയ്തു ഗൈസ്. അപ്പോൾ സംഭവം ടെൻഷനായിരുന്നു, ബുദ്ധൻ ശരിയാവുമോ എന്ന് എനിക്ക് നല്ല ടെൻഷനായതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, എന്നോട് ക്ഷമിക്കണം. കാരണം ആദ്യം വരച്ച് വന്നപ്പോൾ എനിക്ക് ടെൻഷനായി, കുറച്ച് ഫ്ലോപ്പാകുന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ സംഭവം എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. കാരണം ആദ്യം നല്ല ടെൻഷനിടുന്ന സാധനമാണ്, പക്ഷേ എനിക്കിപ്പം ലാസ്റ്റ് ഇത് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് തന്നെ ഒരു അടിപൊളിയാണല്ലോ, ഇതിനാണ് ഞാൻ ടെൻഷൻ അടിച്ചത്. സംഭവം നമ്മൾ അത്രയും ടൈമും എഫേർട്ടും കൊടുത്തപ്പം അടിപൊളി ഒരു സാധനം നമുക്ക് കിട്ടിയില്ലേ ഗൈസ്. അപ്പം നിങ്ങളും നിങ്ങളെക്കുറിച്ച് സെൽഫ് ഡൗട്ടൊന്നും അടിക്കാതെ എന്തെങ്കിലുമൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.